ഹലോ, എന്താണ്? A few moments later. ഹലോ, എന്താണ്? ബായ് വന്നിട്ടോ, കുക്കി വിത്ത് ബായ്. അപ്പൊ നമ്മളൊരു വെറൈറ്റി പരിപാടിയാണ് കേട്ടോ. കാട കൊണ്ടുള്ള ഒരു പരിപാടിയാണ്. കാട നമുക്ക് നിറച്ചിട്ടൊരു പരിപാടി ഉണ്ട്. നോക്കാം നമുക്കത്. നമുക്കേ കാടനൊന്ന് മസാല പൊട്ടെടുക്കാം. അപ്പോൾ നമുക്ക് ആ പരിപാടി നോക്കാം കേട്ടോ. അധികമൊന്നുമില്ല. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പൊടികളെല്ലാം ഉണ്ട്. ചില്ലി ഫ്ലേക്സ് ഉണ്ട്. വേറെ ഒന്നുമില്ല കേട്ടോ ഇതിൽ. അപ്പോൾ നമുക്കത് ഒരു പാത്രത്തിൽ തട്ടാം. നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ. അത് മതി. ഒരു കപ്പ് തൈര് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. കേട്ടോ, നല്ല അടിപൊളി തൈര്. പിന്നെ ഒരു മുട്ട. അവിടെ നമുക്കതേ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ മസാല നല്ല പാകത്തിൽ മിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്കേ കാടനത്തിൽ മുക്കിയെടുക്കാം. ഓരോന്നേ നല്ല അടിപൊളിയായിട്ട് മസാല തേച്ചിട്ട് എടുക്കണം. അപ്പോൾ നമ്മുടെ കാടക്കുട്ടന്മാരൊക്കെ നല്ല മസാല പുരട്ടി സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേറെ പരിപാടി ഉണ്ട്. നമുക്ക് അതിന് പോവാം. ഇത് ഇവിടെ ഇരിക്കട്ടെ. അപ്പോൾ നമ്മുടെ വിറകൊക്കെ കത്തിച്ച് അടുപ്പ് സെറ്റാക്കിയിട്ട് നമുക്ക് ഉരുളി വെച്ച് കൊടുക്കാം കേട്ടോ. ഉരുളി ഒന്ന് ചൂടാവട്ടെ, എന്നിട്ട് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ഉള്ളിട്ട് കൊടുക്കാം കേട്ടോ. നമുക്കേ കുറച്ച് ഉള്ളി നല്ല അടിപൊളിയായിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ. കുറച്ച് മസാല ഉണ്ടാക്കണം. ഉള്ളിയൊക്കെ നല്ല വഴറ്റി വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കേ ഈ ചതച്ച പച്ചമുളക് ഇട്ട് കൊടുക്കാം. നമുക്ക് ആവശ്യമുള്ള ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചിട്ട് കൊടുക്കാം കേട്ടോ. നമ്മുടെ വെളുത്തുള്ളിയുടെയും പച്ചമുളകിൻ്റെ ഇഞ്ചിയുടെ കയ്യിലെ ആ പച്ചമുളക് പോയാൽ നമുക്ക് ചെറുതായി അരിഞ്ഞ തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ. നന്നായിട്ടേ വെന്ത് ഒട്ടഞ്ഞ് എന്താ പറയുക ക്രീമി പോലെ ആവണം കേട്ടോ. അതുകൊണ്ട് വരട്ടെ. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്കിതിലുള്ള പൊടികൾ ചേർക്കാം. അപ്പോൾ എല്ലാ പൊടികളും ഉണ്ട്. ഉപ്പ്, മുളക്, മല്ലിപ്പൊടി, മസാല എല്ലാം ഉണ്ട് കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ പൊടികളൊന്ന് വേവുള്ള കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ നമുക്ക്. അപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. അതിലേക്കുള്ള അവസാന ചേരുവകൾ കേട്ടോ. സ്പ്രിംഗ് ഓനിയനും മല്ലിച്ചപ്പ്, കുറച്ച് ജീരകവും ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്ക്. അപ്പോഴേ നമ്മുടെ മസാല റെഡിയായി. നമുക്ക് ആവശ്യം കുറച്ച് മസാല നമ്മൾ മാറ്റി വെച്ചിട്ടേ ബാക്കിയുള്ള മസാലയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ പരിപാടി എന്താണെന്ന് ലാസ്റ്റ് ഇവിടെ പറഞ്ഞു തരട്ടെ. അതിന് അതൊന്ന് കുറച്ചിട്ടേ ഇവിടെ കടന്ന് തിളക്കട്ടെ. അപ്പോൾ നമ്മുടെ ഉരുളി മാറ്റിയിട്ട് നമ്മളാ കനലിലേ കുറച്ച് കനലുണ്ടാക്കണം. കുറച്ച് ചിരട്ട കൊടുക്കാം നമുക്ക്. അപ്പോൾ നമ്മുടെ ചിരട്ടയുടെ കനലാണ് കേട്ടോ. അപ്പോൾ നമുക്കേ നമ്മുടെ കാടയ്ക്ക് ചെറിയൊരു പരിപാടി ഉണ്ട്. അത് ചെയ്യാൻ നമുക്ക് കേട്ടോ. വാ, നമ്മളേ നേരത്തെ ഉണ്ടാക്കിയ മസാല അല്ലേ, അതൊന്നൊരു ലേശം എടുക്കുക. എന്നിട്ട് നമ്മുടെ കാടയുടെ ഉള്ളിൽ കണ്ട് തിരിക. ഇവിടെ കയറ്റിയിട്ടേ കുറച്ച് മസാല കയറ്റുക. എന്നിട്ട് നല്ല അടിപൊളി കാടമുട്ട സെറ്റ്. എന്നിട്ട് അതൊന്നിങ്ങനെ അടക്കാനുള്ള പുറത്തേക്ക് പോയിരിക്കാൻ വേണ്ടിയിട്ടേ ഒരു ഈർക്കിളി കൊണ്ട് നമുക്കൊന്ന് സീൽ കൊടുക്കാം. അപ്പോൾ എല്ലാ കാടും നമുക്ക് ഇതേമാതിരി നിറച്ചിട്ടേ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ പകുതി കാട നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ.
പകുതി കുറച്ചവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഗ്രില്ല് ചെയ്യണം. നമുക്ക് അതിനുള്ള പരിപാടി നോക്കിയാൽ വാ. ചിരട്ടേ നല്ല കത്തി കനലാണ് കേട്ടോ. നമുക്ക് ഗ്രില്ല് വെച്ച് കൊടുക്കാം. അപ്പോഴേ നമുക്ക് കാട വെച്ച് കൊടുക്കാം കേട്ടോ. അതിന് നമുക്ക് ഇതേ എല്ലാണ്ട് വെന്ത് ഇതാവൊന്നും വേണ്ട, നൈസായിട്ട് വെന്തെടുക്കണം, അത്രേ ഉള്ളൂ. അപ്പൊ നമ്മുടെ കാർഡ് സെറ്റ് ആയി കേട്ടോ. നമുക്ക് ഓരോന്നും എടുക്കാം കേട്ടോ. നമുക്ക് അപ്പൊ നമുക്കേ ലാസ്റ്റ് ട്രിപ്പും കൂടെ എടുക്കാം കേട്ടോ. നല്ല വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ, സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കാടൊക്കെ ചുട്ടെടുക്കൽ കഴിഞ്ഞു. ഇനി ഒരു ചെറിയൊരു മസാല കൂടി ഉണ്ടാക്കാണ്ട്. നമുക്ക് ഇതായി നേരത്തെ മസാലയുടെ ബാക്കിയില്ലേ, അതൊന്നുകൂടെ വെറ്റിച്ച് നല്ല ക്രീമാക്കി എടുക്കാം. നമ്മുടെ മസാല റെഡി ആയി കേട്ടോ. ഓക്കെ, കാടയിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇളക്കുമ്പോൾ നോക്കി ഇളക്കണം. മെല്ലെ മസാല എടുത്തിട്ട് ഇങ്ങനെ തേച്ച് കൊടുത്താൽ മതി, അല്ലെങ്കിൽ കാടയുടെ വഴിക്ക് പോകും. സാധനം എങ്ങനെ നോക്കാട്ടോ. സെറ്റ് മതി. നമുക്ക് എടുത്തിട്ടേ സെറ്റാക്കാം. ബാ. അപ്പോൾ നമ്മുടെ സാധനം സെറ്റാക്കിയിട്ടോ മക്കളെ. നമ്മുടെ കൽബ് നിറച്ച കാട നമുക്ക് ടേസ്റ്റ് നോക്കിയാൽ കേട്ടോ. വാ, നല്ല ഏതപ്പം എടുക്കുക, ഒക്കെ നല്ല സെറ്റ് സാധനമാക്കി ഇരിക്കുന്നുണ്ട്. സന്തോഷം കൊണ്ടേ ഒരു കാലിനെടുക്കാം നമുക്ക്. ഓ വെന്തുണ്ട് കേട്ടോ. ഇട്ടൊക്കെ എടുത്ത് കളണ്ടേ, വായിൽ വെള്ളം വരുന്നു. നമ്മൾ ഗ്രില്ല് ചെയ്തില്ലേ, അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ, പിന്നെ നമ്മുടെ മസാലയുടെ ടേസ്റ്റ് വേറെ. എന്താ പറയുക, ഒരു പ്രത്യേക ടേസ്റ്റ്. അതിൻ്റെ ഉള്ളിലേ നമ്മൾ മസാല ഇട്ടിട്ടില്ലേ, എടുക്കാൻ നോക്കാം കേട്ടോ. നമുക്ക് എന്തായാലും കോഴിമുട്ടൊക്കെ ഉണ്ടായിരുന്നല്ലോ, കാടമുട്ടൊക്കെ ഉണ്ടായിരുന്നു. എന്തായോ എന്തോ. ഉണ്ട്. ഓ മസാലയുടെ ഫ്ലേവറിന് വന്നു അല്ലേ. കാടമുട്ടയുടെ ടേസ്റ്റ് വേറെ ടേസ്റ്റായി മാറിക്കും. ഓ, നമുക്കൊരു ഭക്ഷണേ ബ്രെഡ് വെച്ചിട്ട് നോക്കിയേക്കാം. മസാല എടുക്കട്ടെ കേട്ടോ. ഓ, എനിക്ക് തോന്നേ ബ്രെഡിനെക്കാട്ടി കുറച്ചും കൂടി നല്ലത് പൊറോട്ട. ആ മുരിഞ്ഞ പൊറോട്ട ഒന്നും വേണ്ട, കിട്ടിയ ബ്രെഡാ കിട്ടുള്ളൂ. അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ലൈക്കും സബ്സ്ക്രൈബും ഷെയറൊക്കെ വേണം കേട്ടോ. ഞാനൊന്ന് തീർക്കട്ടെ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.